Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha, Kottakkal and UAE. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകളില്ലാതെ എങ്ങനെയാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ കോളവും ഫില്ല് ചെയ്ത് എല്ലാ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്ത് നീറ്റിൻ്റെ എലിജിബിലിറ്റി കൃത്യമായിട്ട് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. അതിനു മുമ്പായി നീറ്റ് എക്സാമിനേഷന് അപ്ലോഡ് ചെയ്യാൻ ആ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെൻസുകൾ നമ്മുടെ കയ്യിൽ വേണം, ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. നീറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2026 മെയ് 3 നടക്കുന്ന ഓഫ്ലൈൻ എക്സാമിനേഷനാണ്. 3 hours എക്സാമിനേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകൾ, 11th-ന്റെയും 12th-ന്റെയും NCERT ടോപ്പിക്കുകൾ. മുൻ വർഷങ്ങളിൽ നിന്നും സിലബസിൽ ചേഞ്ചസ് ഒന്നുമില്ലാതെ കൃത്യമായി പഠിച്ചു തീർത്ത് എഴുതേണ്ട എക്സാമിനേഷൻ. 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ 4 മാർക്ക്. അങ്ങനെ ഔട്ട് ഓഫ് 720 നടക്കുന്ന എക്സാമിനേഷൻ. ഈ 720 എത്ര ഉയർന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവോ അതനുസരിച്ചാണ് കോഴ്സുകൾ നമുക്ക് ലഭിക്കുക. 720 ഒരു 650 എബോവ് മാർക്ക് സ്കോർ ചെയ്താൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMC, എയിംസ്, ജിപ്മർ ഇതുപോലുള്ള ക്യാമ്പസുകളിൽ MBBS കോഴ്സിന് നമുക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ സാധിക്കും ഒരു പരിധി വരെ. ഒരു 600 എബോവ് മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് ക്യാമ്പസുകളുടെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ഈ കോട്ടയിലൂടെ നമുക്ക് ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സീറ്റുകളിൽ എലിജിബിലിറ്റി നേടാം. ഇതിനോടൊപ്പം ഓരോ സ്റ്റേറ്റ് വൈസുള്ള MBBS സീറ്റുകളുടെ 85% സീറ്റിലേക്കാണ് നമ്മൾ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മാർക്ക് ഒരു 550 എബോവ് നിർബന്ധമായും സ്കോർ ചെയ്തിരിക്കണം. ഇനി ഇത് മാത്രമല്ല, ഈ നീറ്റിന്റെ സ്കോർ വെച്ചിട്ടാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അതിൻ്റെ തന്നെ NRI സീറ്റുകളും ഡീംഡ് മെഡിക്കൽ കോളേജുകളിലും അതിൻ്റെ NRI സീറ്റുകളിലും ഒക്കെ ഒരു അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ 720 ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടത്തക്ക രീതിയിൽ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അവിടം കൊണ്ടും തീരുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്ത് ഈ കോളേജുകളിലെല്ലാം അഡ്മിഷൻ നേടാൻ, എങ്ങനെയാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്, കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കേണ്ടത്, ഈ സമയത്തെല്ലാം ആൽഫ അക്കാഡമി, ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും. ചെയ്യേണ്ടതൊന്ന് മാത്രം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നീറ്റ് എക്സാമിനേഷൻ വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകൾ നമുക്കറിയാം. ഒരു MBBS-ഉം BDS-ഉം മാത്രമല്ല, ആയുർവേദവും ഹോമിയോയും വെറ്റിനറിയും അഗ്രികൾച്ചറും ഫിഷറീസും സിദ്ധയും യുനാനിയും കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും ബയോടെക്നോളജിയും പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെന്റ് സയൻസും BSc നഴ്സിംഗും ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയും ഇതുപോലെ ധാരാളം കോഴ്സുകളിലേക്ക് ഇന്ത്യ മുഴുവൻ വിവിധ സ്റ്റേറ്റുകളിൽ ഗവൺമെന്റ് സീറ്റിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് സെക്ടറിൽ ഒക്കെ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് നീറ്റ് എക്സാമിനേഷന്റെ സ്കോർ ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം നമ്മൾ വിദേശ രാജ്യത്ത് പോയി ഒരു MBBS പഠിക്കണമെങ്കിൽ പോലും തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് FMG എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ 2026 അക്കാഡമിക് ഇയറിൽ മെഡിക്കൽ സെക്ടറിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ, നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും മികച്ച ടാർഗറ്റ് ആയിരിക്കണം നീറ്റ് എക്സാമിനേഷനും അതിൻ്റെ മാർക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതിനു മുമ്പായി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ കരുതി വെക്കാം? ആദ്യം തന്നെ NDAയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ 2 മൊബൈൽ നമ്പർ, 2 ഇമെയിൽ അഡ്രസ് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഇത് രണ്ടും കാൻഡിഡേറ്റിന്റെ പേരൻസിന്റെ ആയിരിക്കണം. നമ്മൾ ഏതെങ്കിലും നെറ്റ് കഫേയിൽ ചെയ്യുന്നതോ അക്ഷയ സെന്ററിലെയോ ഫോൺ നമ്പറോ മെയിൽ അഡ്രസ്സോ അല്ല നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത്. യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അത് അഡ്മിഷൻ ടൈം വരെ കൃത്യമായി സേവ് ചെയ്തും വെക്കണം. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കണം. ഇത് അപ്ലോഡ് ചെയ്യണം. രണ്ടാമതായിട്ട് വേണ്ടത് തമ്പ് ഇംപ്രഷൻ സ്കാൻ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏതെങ്കിലും കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷനോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ റിസർവേഷൻസോ, നമ്മുടെ കാറ്റഗറി ഏതാണോ
SC/ST കാറ്റഗറിയോ ഇതിനോടൊപ്പം OBC നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ വരുന്നവരോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുള്ള ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ CGP മാർക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലേക്ക് ആക്കി അതിന്റെ PDF-ഉം നാം അപ്ലോഡ് ചെയ്യണം. CGPയെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ CGP ഗ്രേഡ് ഇൻറ്റു 9.5 എടുത്താൽ മതിയാവും. അതായിരിക്കും നമുക്ക് പെർസെൻറ്റേജായി കിട്ടുക. അതൊരു PDF ഫോർമാറ്റിലാക്കി നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും സ്ക്രൈബിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അതിന് വേണ്ട എലിജിബിലിറ്റിക്ക് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകളും നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത്തരം ഡോക്യുമെൻസുകൾ കരുതി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. അതിനായി ചെയ്യേണ്ടത് ആദ്യം തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് പോകാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NEET 2026 ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ട സൈറ്റ് neet.nta.nic.in എന്നുള്ളതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കിട്ടുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ NEET UG 2026 ഈസ് ലൈവ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോയിലോട്ട് പോകുന്നതാണ്. അവിടെ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാം. സെക്കൻഡ് വൺ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് തേർഡ് വൺ ലോഗിൻ. ഇവിടെ നമ്മൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഫീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1700 രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത്. അത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുക, ഇന്ത്യയിൽ സെൻറ്റർ ചൂസ് ചെയ്യുമ്പോഴാണ് 1700 രൂപ എക്സാം ഫീ ആയിട്ട് വരുന്നത്. ഇനി ഔട്ട്സൈഡ്, ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആണ് എക്സാം എഴുതുന്നതെങ്കിൽ 9500 രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ജനറൽ EWS അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ 1600 രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി SC/ST അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ തേർഡ് ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 1000 രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഫീസും കാര്യങ്ങളും നോക്കിയ ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ സിഗ്നേച്ചറിൻ്റെ ഡീറ്റെയിൽസുകൾ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തംസിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം വായിച്ചു നോക്കിയ ശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിലൂടെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് ഫിൽ ഇൻ ദ ഡീറ്റെയിൽസ് എക്സാക്ട്ലി ആസ് പ്രിന്റഡ് ഓൺ ദ ക്ലാസ് 10 പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് ഇഷ്യൂഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് സ്കൂൾ എക്സാമിനേഷൻ ബോർഡ്. അതായത് കുട്ടിയുടെ 10th മാർക്ക് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാൻഡിഡേറ്റിൻ്റെ നെയിമാണ്. കാൻഡിഡേറ്റിൻ്റെ നെയിം ഫില്ല് ചെയ്ത ശേഷം ഫാദർ ഓർ ഗാർഡിയൻ്റെ നെയിം ഫില്ല് ചെയ്യുക. ഇതെല്ലാം 10th മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് വേണം ഫില്ല് ചെയ്യാൻ. നെക്സ്റ്റ് മദർ ഓർ ഗാർഡിയൻ നെയിം ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വൺ കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കറക്റ്റായിട്ട് വേണം ഈ ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്യാൻ. അതിനുശേഷം ജെൻഡർ ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫർമേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസുകളെല്ലാം ഒന്നും കൂടെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് അഡ്രസ്സ്. കുട്ടിയുടെ അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യുക. അഡ്രസ് ലൈൻ 1, 2 എന്ന് പറയുന്ന ഓപ്ഷനിലാണ്, 3 എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അതുപോലെ കൺട്രി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഇത്രയും കാര്യങ്ങളാണ് അഡ്രസ്സിൽ നമുക്ക് അഡ്രസ് സെക്ഷനിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ള സെക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് പാരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കുട്ടിയുടെയോ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ ഷെയർ ചെയ്യേണ്ടത്.
അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ മൊബൈൽ നമ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്കാണ് OTP വരുന്നത്. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും വീണ്ടും ഈ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും വേണം ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, ഒരു പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ സെയിം ആണെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ രണ്ട് അഡ്രസ്സും ഡിഫറൻ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് ഫില്ല് ചെയ്യാനുള്ളത് നമ്മളുടെ ഐഡിക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം ഈ പാസ്വേഡ് ഇവിടെ നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. ഇനി നമ്മൾ ഇൻ കേസ് നമ്മുടെ പാസ്വേഡ് മറന്നുപോയെന്ന് വിചാരിക്കാം, നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനുള്ള കറസ്പോണ്ടിങ് ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്ത ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ ബോക്സിൽ നമ്മൾ ക്യാപ്ചർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം നമുക്കൊരു പ്രിവ്യൂ ലഭിക്കും. ആ പ്രിവ്യൂ എല്ലാം കറക്റ്റാണെന്ന് നോക്കിയ ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് നമുക്ക് OTP വരുന്നതാണ്. ആ OTP ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേയ്മെൻറ്റ് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ ഫില്ലായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ മാത്രം നമ്മളിവിടെ ഫില്ല് ചെയ്താൽ മതിയാകും. കാൻഡിഡേറ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ ഫാദർ നെയിമോ മദർ നെയിമോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലാവുന്നുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നാഷണാലിറ്റിയാണ്. ഇവിടെ നമുക്ക് നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നാഷണാലിറ്റി ഇന്ത്യൻ അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫോറിൻ അതർ ദാൻ OCA അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, ഇത് ഏതാണെന്നുള്ളതെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് പാസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ UT എവിടെയാണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത സെക്ഷനാണ് കാറ്റഗറി. സ്റ്റുഡൻറ്റ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ജനറൽ, EWS എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ജനറൽ EWS കൊടുക്കാം. അല്ലെങ്കിൽ OBC NCL ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി, ഇതിലേത് വേണമെങ്കിലും ഏതാണോ സ്റ്റുഡൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിനനുസരിച്ച് സ്റ്റുഡൻറ്റ് ഏതാണോ കൊടുക്കേണ്ടത് അതനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളും ജനറൽ ആണെങ്കിൽ ബാക്കി സർട്ടിഫിക്കറ്റ്സുകളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്കിയുള്ള ജനറൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ, SC ST ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ് എങ്കിൽ അവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാറ്റഗറി സെലക്ട് ചെയ്യാണ്. ആ കാറ്റഗറി ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുകയും വേണം. അതിനുശേഷം ചോദിക്കുന്ന ആർ യു ഡയബറ്റിക്, ഇത് നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കയ്യിൽ കരുതാം. ആ കുട്ടി ഡയബറ്റിക് ആണെങ്കിൽ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി പ്ലേസ് ഓഫ് റെസിഡൻസ്, അതായത് റൂറൽ ആണോ അർബൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഡേറ്റാബേസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആനുവൽ ഫാമിലി ഇൻകം, അതും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻകം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇനി മൈനോറിറ്റി കാറ്റഗറിയിൽ പെടുന്നതാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത് വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ എസ് എന്ന് കൊടുക്കാം, അല്ലാത്തവർക്കത് നോ എന്ന് കൊടുക്കാം. ഇതും ജസ്റ്റ് ഡേറ്റാബേസ് കളക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി കൺട്രി ഓഫ് റെസിഡൻസ്, നിങ്ങൾ താമസിക്കുന്ന കൺട്രി ഏതാണെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന മോഡ് ഓഫ് പ്രിപ്പറേഷൻ,
ഏത് രീതിയിലാണ് നിങ്ങൾ ഈ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൽഫ് സ്റ്റഡി, കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ്, ട്യൂഷൻസ്, അതേഴ്സ്, ഇതും ജസ്റ്റ് ഡേറ്റാബേസ് കളക്ഷന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകളാണ്. അത് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡു യു ഇൻറ്റൻഡ് ടു വിയർ ട്രഡീഷണൽ ഡ്രസ് വൈൽ അപ്പിയറിംഗ് നീറ്റ് UG 2026. അതായത് നീറ്റ് 2026 എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ട്രഡീഷണൽ ഡ്രസ്സ് വിയർ ചെയ്യാൻ ഇൻറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും മതപരമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ യെസ് എന്ന് കൊടുക്കാം. ഇനി താഴെ ഇത്രയും ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത ശേഷം നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഡിസബിലിറ്റി ഡീറ്റെയിൽസുകളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു PWD അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ ഡിസബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എസ് എന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർ നോ എന്നോ സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യേണ്ടതാണ്. ക്യാപ്ച ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദി സെക്ഷൻ? യെസ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആധാറുമായിട്ട് നമ്മളുടെ ആപ്ലിക്കേഷനെ കണക്ട് ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നു ആധാർ നമ്പർ ആൻഡ് ഐ ആം അവെയർ ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡൻറ്റിറ്റി അറ്റ് വേരിയസ് സ്റ്റേജ് ഓഫ് ദ നീറ്റ് 2026 എക്സാമിനേഷൻ by matching my personal identification details available in Aadhaar records of UIDAI. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ആ ആധാർ നമ്പറിനെ കൺഫേം ചെയ്യണം. അതായത് രണ്ട് ആധാർ നമ്പർ സെയിം ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ. ആധാർ നമ്പർ കൊടുത്ത ശേഷം ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് OTP ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത ശേഷം ആധാറിലുള്ള വിവരങ്ങൾ ഇവിടെ ഫെച്ച് ചെയ്യുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ ആധാറിലുള്ള ഫോട്ടോയും ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡു യു ഹാവ് ആധാർ ID? ആധാർ ID ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആധാർ ID ഉണ്ടെങ്കിൽ എസ് എന്ന് സെലക്ട് ചെയ്യാം, അതർവൈസ് നോ എന്ന് സെലക്ട് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് എക്സാമിനേഷൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ 3 സെൻറ്റേഴ്സുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ നോക്കുക, നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നോർമലി നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. അതിനുശേഷം എക്സാമിനേഷൻ സ്റ്റേറ്റ്സുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമ്മൾ ഏതാണോ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, പെർമനൻറ്റോ പ്രസൻറ്റോ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ്സുകൾ നമ്മൾ സെയിം തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ 3 എക്സാമിനേഷൻ സെൻറ്റേഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രിയോറിറ്റി ഉള്ള എക്സാമിനേഷൻ സെൻറ്റർ വേണം നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട്. അതിനുശേഷം സെക്കൻഡ് പ്രിയോറിറ്റി പ്രൊവൈഡ് ചെയ്യുക. ദെൻ തേർഡ് പ്ലേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് ഓർ ഗാർഡിയൻസ് ഓക്യുപ്പേഷൻ എന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും ജസ്റ്റ് ഡേറ്റാബേസ് കളക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. നമുക്ക് എന്താണ് ഫാദറിൻ്റെ ജോലി അത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫാദറിൻ്റെ ക്വാളിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദറിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ ഒക്യുപ്പേഷനും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽസുകൾ, അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും ക്വാളിഫിക്കേഷൻ അതുപോലെ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസുകളെല്ലാം ജസ്റ്റ് ഡേറ്റാബേസ് കളക്ഷന് വേണ്ടി മാത്രം ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത സെക്ഷനിൽ നമ്മൾ 10th ഡീറ്റെയിൽസുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ പാസ് സ്റ്റാറ്റസ് കൊടുക്കുക, പാസ്ഡ്. ഇനി നമ്മൾ പാസ്സായ വർഷം 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള വർഷം ഏതാണോ അത് കൊടുക്കുക. ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണെന്ന് കൊടുക്കുക. 10th ഓർ ഇക്വലൻ്റ് ഓപ്ഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് സ്കൂൾ, റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്കൂള്, അതായത് ഗവൺമെൻറ് സ്കൂളാണോ ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളാണോ, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ആണ് ഇത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതുപോലെ സ്കൂൾ ബോർഡ്,
അതുപോലെ തന്നെ ക്വാളിഫൈ എക്സാമിനേഷൻ സ്റ്റേറ്റ്, അതുപോലെ ക്വാളിഫൈ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ സ്കൂൾ ബോർഡ്, ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്ന റിസൾട്ട് മോഡ് പെർസെൻറ്റേജിലോ അല്ലെങ്കിൽ CGPA നമുക്ക് അല്ലെങ്കിൽ അതേഴ്സിലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് നമ്മുടെ 10th മാർക്ക് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാം. ഇനി 10th റോൾ നമ്പറാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ 10th പഠിച്ച സ്കൂളിൻ്റെ നെയിമും അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സ്കൂളിൻ്റെ പിൻകോഡും പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസുകൾ പ്രൊവൈഡ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സെക്ഷനിലോട്ട് പോവാം. അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 12th മാർക്ക് ലിസ്റ്റ്, 12th ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. 12th പാസ് സ്റ്റാറ്റസ് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. പാസ് ടു അപ്പിയർ ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പാസ്സായ വർഷം പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഏതാണ്, ക്വാളിഫയിങ് എക്സാം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇനി പ്ലേസ് ഓഫ് സ്കൂൾ, നമ്മുടെ സ്കൂള് റൂറൽ, 12th പഠിച്ച സ്കൂള് റൂറലാണോ അർബനാണോ എന്നുള്ളത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ക്വാളിഫൈ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുക. സ്കൂൾ ബോർഡ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ 12th റിസൾട്ട് മോഡ്, അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ 12th റിസൾട്ട് മോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ 12th റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യുക. 12th പഠിച്ച സ്കൂളിൻ്റെ നെയിമും അതുപോലെ പിൻകോഡും പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസുകൾ 10th 12th ഇത്രയും ഡീറ്റെയിൽസുകൾ പ്രൊവൈഡ് ചെയ്ത ശേഷം താഴെ തന്നിരിക്കുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്തുകൊണ്ട് സേവ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള സെക്ഷനാണ്. ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആർ യു എ ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈങ് ഫോർ നീറ്റ് UG 2026? നിങ്ങൾ ട്വിൻ ആണോ, രണ്ടാളും നീറ്റ് 2026 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നുണ്ടോ? അതായത് രണ്ടുപേരുടെ ആപ്ലിക്കേഷൻസിലെ ഡീറ്റെയിൽസുകൾ സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് യെസ് എന്നുള്ളവർ യെസ് ക്ലിക്ക് ചെയ്യുക, അതർവൈസ് നമുക്ക് നോ കൊടുക്കാം. ഇനി നെക്സ്റ്റ്, ഹാവ് യു എവർ അപ്പിയർഡ് ഇൻ ദ നീറ്റ് എക്സാമിനേഷൻ? അതായത് നിങ്ങൾ നേരത്തെ നീറ്റ് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, അതർവൈസ് നോ കൊടുക്കാം. ഇനി പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിക്റ്റ്, അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. താഴെ വന്നിരിക്കുന്ന ക്യാപ്ച ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എമർജൻസി കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻസ്, അതിൽ നമ്മൾ കൺട്രി കോഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള, നമുക്ക് OTP ഇതിനകത്തേക്കും OTP വരുന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറോ അതുപോലെ ഇമെയിൽ അഡ്രസ്സും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാനാവില്ല. പുതിയൊരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാപ്ച ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗെറ്റ് OTP എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ടും ഇമെയിൽ അഡ്രസ്സിലോട്ടും OTP ഡിഫറൻറ്റ് OTP ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ടും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലോട്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള OTP ആണ് വരുന്നത്. ആ OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെരിഫൈ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലും വരുന്ന OTP കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അടുത്ത സെക്ഷൻ ലൈവ് ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ക്യാൻഡിഡേറ്റിൻ്റെ ലൈവ് ഫോട്ടോ ഇവിടെ ക്യാപ്ചർ ചെയ്യണം. ഇവിടെ അതിന് വേണ്ടി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ലൈവ് ഫോട്ടോ വളരെയധികം ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കണം. ഇവിടെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വെബ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടും ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ? യെസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് 80% ഫേസ് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇവിടെ അതിൻ്റെ സൈസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മിനിമം സൈസ് 10 KB, മാക്സിമം സൈസ് 200 KB ആണ്. അതുപോലെ തന്നെ ഫോട്ടോയുടെ ഫോർമാറ്റ് JPEG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സിൻ്റെയും അതുപോലെ തമ്മിൻ്റെയും ഇംപ്രഷൻസ് ആണ്. അതും സൈസ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 10 KB ആണ് മിനിമം സൈസ്, മാക്സിമം സൈസ് 200 KB ആണ്.
ഡോക്യുമെൻ്റ് ഫോർമാറ്റ് JPG ഫോർമാറ്റാണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മിനിമം സൈസ് 10 KB മാക്സിമം സൈസ് 100 KB ആണ്. ബ്ലാക്ക് ഇങ്കിലാണ് നമ്മളിവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി 4th സെക്ഷൻ ക്ലാസ് 10ൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമാറ്റ് PDF ഫോർമാറ്റിലാക്കി വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. സ്റ്റുഡൻസിൻ്റെ ക്ലാസ് 10ൻ്റെ മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും സെയിം ആണെങ്കിൽ രണ്ടിടത്തും ഒരേ സർട്ടിഫിക്കറ്റുകൾ തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഇനി ഏറ്റവും അവസാനത്തെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ് പ്രൂഫാണ്. അതായത് PDF ഫോർമാറ്റിൽ വേണം നമ്മളിത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്ന കുട്ടികൾ ഒരൊറ്റ PDF മാത്രം ഡീറ്റെയിൽസ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഈ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഡിഫറൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത കുട്ടികളാണ് എങ്കിൽ 2 PDFകളും അറ്റാച്ച് ചെയ്ത് ഒരു സിംഗിൾ PDF ആയിട്ട് വേണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത് ഒരു പ്രിവ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ആ പ്രിവ്യൂവിൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. എന്നാൽ ഫീസ് പേയ്മെൻറ്റിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയ ശേഷം മാത്രം വേണം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ അവിടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സബ്മിറ്റ് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്ത ശേഷമുള്ള നമ്മളുടെ ആ PDF, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഈ രജിസ്ട്രേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ്. ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും അതിൻ്റെ പാസ്വേഡും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മളുടെ ചാനൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റ് 2026 എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആൽഫയുടെയും ജീനിയസിൻ്റെയും പേരിലുള്ള വിജയാശംസകൾ നേരുന്നു.